അപ്പോൾ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ലോങ് വീഡിയോ ഇടുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഫ്രീ ഫയർ ഗെയിമിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് നേരെ ഗെയിമിലോട്ട് പോവാം ഗൈസ്. അപ്പോൾ നമ്മൾ മാച്ച് തുടങ്ങാൻ പോവാണ് ഗൈസ്. അപ്പോൾ നമ്മൾക്ക് പെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് മാച്ചിലോട്ട് പോവാം. നമ്മളുടെ ക്യാരക്ടർ ക്യാരക്ടറാണ്, പെറ്റൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് ഫ്രീ ഫയർ ഗെയിമിൻ്റെ മാപ്പ്. ഒക്കെ നമ്മൾ എയറോപ്ലെയിൻ്റെ അകത്ത് സ്പോൺ ആയിട്ടുണ്ട്. ഇവിടെ നിറയെ യുദ്ധം, നിറയെ പേരുടെ കയ്യിൽ ഗൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരൊക്കെ ഫൈറ്റ് ഇടുകയാണ്, ആൾക്കാരുടെ തമ്മിൽ ഫൈറ്റ് ഇടുകയാണ് അവർ. നമ്മളതൊന്നും ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ ഡോർ ഓപ്പൺ ആവുന്നതിൻ്റെ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ചിലവിൻ്റെ കയ്യിൽ വെപ്പൺസ് ഇല്ല, ചിലവിൻ്റെ കയ്യിൽ വെപ്പൺസ് ഉണ്ട്. അങ്ങനെ നിറയെ ഉണ്ട്. വെപ്പൺസ് ഉണ്ടാവും ചിലവിൻ്റെ കയ്യിൽ, ചിലവിൻ്റെ കയ്യിൽ വെപ്പൺസ് ഉണ്ടാവില്ല. അപ്പോൾ ഡോർ തുറന്നപ്പോൾ എല്ലാവരും ആവേശത്തിൽ വന്നിരിക്കുകയാണ്. ഡോർ തുറന്നു. അപ്പോൾ ആദ്യം ഞാനായിരിക്കും പോകുന്നത്, ആദ്യം നീയായിരിക്കും പോകുന്നത് പറഞ്ഞ് എല്ലാവരും ആവേശത്തിൽ ഡോർ പൊളിച്ചു വരാൻ നോക്കുകയാണ്. അപ്പോൾ ഡോറൊക്കെ തുറന്ന് നമ്മളിപ്പോൾ സ്പോണായി എജക്റ്റ് ചെയ്ത് നമ്മളിപ്പോൾ ഡൈവ് അടിച്ചു. ഇതാണ് ഫ്രീ ഫയർ ഗെയിമിൻ്റെ മാപ്പ്. ഈ ഒരു സിറ്റിയിലാണ്, ഈ ഒരു മാപ്പിലാണ് നമ്മൾ സ്പോണായിരിക്കുന്നത്. ഈ ഒരു ലാൻഡിലാണ് ഗൈസ് നമ്മൾ സ്പോണായിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട്, കുറച്ച് ബിൽഡിങ്സൊക്കെ ഉണ്ട്. ഈ ബിൽഡിങ്സിൻ്റെ അകത്ത് വെപ്പൺസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ വെപ്പൺസ് നമ്മൾ എടുക്കണം. അത് എടുത്തിട്ട് പിന്നെ വേറെവിലൊക്കെ കൊന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് നിറയെ പോയിൻറ്റ്സ് കിട്ടും. ഗെയിമിൽ വേറെവിലൊക്കെ കൊന്നു കഴിഞ്ഞാൽ നിറയെ പോയിൻറ്റ്സ് കിട്ടും. ഇവിടെ കുറേ പേര് മുൻപ് മരിച്ചിട്ട് ഇട്ട് വെച്ച ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വന്നിട്ട് ഈ പോയിൻറ്റ്സ് ഉണ്ട്. അവിടെ നിറയെ പോയിൻറ്റ്സ് ഉണ്ട്. അതൊക്കെ നമ്മൾ സ്കോർ ചെയ്യണം. പോയിൻറ്റ്സ് സ്കോർ ചെയ്താലും കുഴപ്പമില്ല, ആൾക്കാരെ കൊന്നിട്ട് പോയിൻറ്റ്സ് സ്കോർ ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ ഒരാളുണ്ട്, ഇയാളിനെ നമ്മൾക്ക് എന്തായാലും കൊല്ലണം. ഇപ്പോൾ സ്പോൺ ആയതേ ഉള്ളൂ, നമ്മൾ ടക്കിന് കൊന്നു. അപ്പോൾ നമ്മൾക്ക് ഇവിടെ കുറേ വെപ്പൺസൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് ഇല്ലയോ നോക്കാം ഗൈസ്. നിറയെ വെപ്പൺസ് ഉണ്ട്. ഇവിടെ 5-6 ബിൽഡിങ്ങൊക്കെ ഉണ്ട്. ഈ എല്ലാ ബിൽഡിങ്ങിലും നമ്മൾക്ക് കയറി ഇറങ്ങി വെപ്പൺസ് ഒന്നും എടുക്കാൻ പറ്റില്ല. ഒരു 3 ബിൽഡിങ്ങിലേക്ക് വെപ്പൺസ് എടുക്കാൻ പോകുമ്പോൾ തന്നെ നമ്മളുടെ മറ്റേ വെപ്പൺസിൻ്റെ കോളം ഫില്ലായി ഉണ്ടാവും. അപ്പുറത്തൊരു പോയിൻറ്റ്സ് ഉണ്ട്, അതൊക്കെ നമ്മൾ എടുക്കണം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. ഇവിടെ ഒരു കിലി ക്യാരക്ടർ നമ്മൾ വെടിവെക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഗെയിമേഴ്സിന് വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബർ ചെയ്യണം. അപ്പോൾ ഇവിടെ നിറയെ ഈ ഒരു വീട്ടിലാണ് നിറയെ വെപ്പൺസ് ഉള്ളത് തോന്നുന്നു. ഇവിടെ ഒളിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് വെടിവെക്കാം. ഓക്കെ, നമ്മൾ വെടിവെച്ചിട്ടുണ്ട്. ഓക്കെ, നിറയെ ഗൺസ് കിട്ടും. നമ്മളിനി ഗൺസിൻ്റെ പവറൊക്കെ ചെക്ക് ചെയ്യണം ഗൈസ്. നല്ല പവർഫുള്ള് ഗൺസാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നതെന്ന് നോക്കണം. ഏതാണ് നല്ല പവർഫുൾ ഗണ്ണ് നോക്കണം. അത് നോക്കിക്കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഗണ്ണ് എടുത്ത് വെക്കാം. ഈ ഗണ്ണ് നല്ല സീനായിട്ടുണ്ട്, വേറെ ഗണ്ണ് ഇതും നല്ല സീനായിട്ടുണ്ട്. പക്ഷേ ഫസ്റ്റത്തെ ഗണ്ണാണ് എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. അപ്പം നമ്മൾക്ക് 5 ഗണ്ണ് എടുത്തിട്ട് ഈ ഗെയിമിൽ സർവൈവ് ചെയ്യാം. ഇവിടെ വന്നിട്ട് കാറ് റിപ്പയറിങ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഫ്രീ ഫയറിൽ. പുതിയ അപ്ഡേറ്റ് ഒക്കെ വന്നു ഗൈസ്. സ്ക്വിഡ് ഗെയിം ഉണ്ട് എന്നാണ് എല്ലാവരും പറയുന്നത്. സ്ക്വിഡ് ഗെയിമിലായ ഡോളൊക്കെ ഫ്രീ ഫയറിൽ വന്നു എന്നാണ് പറയുന്നത്. നമ്മൾക്ക് അറിയില്ല. നറൂട്ടോയും വന്നു, അതെല്ലാവർക്കും അറിയാം. നറൂട്ടോ, കക്കാഷി, ഉസുമാക്കി, അങ്ങനെ നിറയെ പേര് വന്നു. നറൂട്ടോ, ഉസുമാക്കി വന്നു, മിനാറ്റോ, സാസുക്കെ, അവരൊക്കെ വന്നു ഫ്രീ ഫയറിൽ പുതിയ അപ്ഡേറ്റ് ആയിട്ട്. അത് മാർച്ച് അപ്ഡേറ്റിലാണ് ഗൈസ് വന്നത്. മാർച്ച് അപ്ഡേറ്റിലാണ് നറൂട്ടോ ക്യാരക്ടറൊക്കെ വന്നത്. നിങ്ങൾ നറൂട്ടോ ഫാൻ ആണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇവിടെ നമ്മൾക്ക് നിറയെ ഗൺസൊക്കെ എടുക്കണം. സേഫ് സോൺ സ്ട്രിങ്ങിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മൾക്ക് രക്ഷപ്പെടണം. സേഫ് സോണിൻ്റെ വെളിയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും മരിക്കും. നമ്മൾക്ക് എന്തായാലും രക്ഷപ്പെടണം. സേഫ് സോൺ സ്ട്രിങ്ങിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾക്കാണെങ്കിലും ഒരു വണ്ടി വേണം. ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പറ്റില്ല. നമ്മുടെ ഹെൽത്ത് നല്ലോണം കുറയും ചിലപ്പോൾ. നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരുന്നാൽ പറ്റില്ല. നമ്മുടെ ഹെൽത്ത് എന്തായാലും കുറയും. നമ്മളുടെ ക്യാരക്ടർ കരയ്ക്കാനൊക്കെ തുടങ്ങും. അപ്പുറത്തൊരു ഫാക്ടറി ഉണ്ട് ഗൈസ്, ഫാക്ടറിയാണ്. ഇനി നിറയെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഫ്രീ ഫയറിൽ വരും. എല്ലാവരും സബ്സ്ക്രൈബർ ചെയ്യുക. നമ്മൾ ഇനിയും നിറയെ ഫ്രീ ഫയർ വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും.
അപ്പോൾ ഇവിടെ വന്നിട്ടൊരു വണ്ടി ഉണ്ട്. ഇത് മറ്റേ എന്തായാലും മാസ്റ്റർ സിനിമയിൽ ഒരു നീല കളറിൽ വിജയ് കൊണ്ടുവരുന്ന വണ്ടിയാണ്. വിജയിൻ്റെ വണ്ടിയാണിത് മാസ്റ്റർ സിനിമയിൽ. അയ വണ്ടി പക്ഷേ ഈ വണ്ടിയോ അയ വണ്ടിയും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ മാസ്റ്റർ ഈത്ത വണ്ടിയാണ് ഇത്രയും സീന്. ഇത് മറ്റേ ട്രക്ക് മാതിരിയാണ്. എന്നാലും പറയാം മറ്റേ ട്രക്ക് മാതിരി ഈ മറ്റേ മാസ്റ്റർ സിനിമയിലെ കാറിലില്ലേ വിജയിൻ്റെ കാറിൽ, മാസ്റ്റർ സിനിമയിൽ വിജയിൻ്റെ കാറിൽ ബാക്ക് സൈഡ് എന്താണ് ഓപ്പൺ ആയിട്ടുണ്ടാവില്ല, ഡിക്കിയൊക്കെ ആയിരിക്കും. പക്ഷേ ഇവിടെ സാധനങ്ങൾ വെക്കാൻ ഓപ്പൺ ആയിട്ടുണ്ടാവും. അതാണ് ഗൈസ് ഡിഫറൻസ്. അപ്പോൾ ഈ കാറ് ഇത്തിരി പഴയ കാറാണ്, പെട്ടെന്ന് ഡാമേജ് ആവും. പക്ഷേ നമുക്ക് പറപ്പിച്ചിട്ട് അങ്ങോട്ടേക്ക് പോവാം ഗൈസ്. ഈ റോഡ് പുതിയതായിട്ട് സീനാണ് ഗൈസ്, റോഡ് സീനാണ്. എന്തായാലും നല്ല സ്മൂത്ത്നെസ് ഒക്കെ കിട്ടുന്നുണ്ട് ഈ റോട്ടിൽ കൂടെ വണ്ടി ഓടിക്കുമ്പോൾ. നല്ലോണം സ്മൂത്ത്നെസ് ഒക്കെ കിട്ടണമെങ്കിൽ പൗഡർ ഇട്ടിട്ട് കളിക്കണം ഗെയിം. പക്ഷേ പൗഡർ ഇട്ടിട്ട് കളിക്കുമ്പോൾ എന്താണ് അപ്പം ഗൈസ് നോക്ക്, ഒരു വലിയ വണ്ടി ചുവപ്പ് കളറിൽ നിങ്ങൾ കണ്ടാ ഗൈസ്, അപ്പുറത്തൊരു വലിയ വണ്ടി. സോ ഗൈസ് സീന് വണ്ടിയാണ് ഗൈസ് ഇത്. ആരോ നമ്മളെ ചുടുണ്ട്, ബാക്കിൽ നിന്ന് ആരും നമ്മളെ ചുടുണ്ട്. അത് കിലി ക്യാരക്ടർ അല്ലേ? അതോ കിലി ക്യാരക്ടറാണ്. നമ്മൾ ചുട്ടപ്പോൾ പേളിച്ചിട്ട് പോയി. മറ്റേ സൈഡിൽ നിന്ന് വേറെ ആരോ ചുടുണ്ട്. അതേത് ക്യാരക്ടർ? അതും കിലി ക്യാരക്ടറാണ്. ഇത് മറ്റേ മഞ്ഞ കളറിൽ ഡ്രസ് ഇട്ട കിലി ക്യാരക്ടർ. നമ്മൾ അപ്പോഴേ വെടിവെച്ചത് ബ്ലാക്ക് കളർ ഡ്രസ് ഇട്ട കിലി ക്യാരക്ടറാണ്. നമ്മളുടെ ബുള്ളറ്റിൻ്റെ സൗണ്ട് കേട്ടപ്പോഴേക്കും കിലി ക്യാരക്ടർ പേളിച്ചിട്ട് ഓടിപ്പോയി. നമ്മുടെ വണ്ടി മോഷ്ടിക്കുക. നമ്മുടെ വണ്ടി അപ്പുറത്തെ വഴി വന്ന് പാർക്ക് ചെയ്തിരിക്കുക. നമ്മളുടെ വണ്ടിയല്ല ശരിക്കും പറഞ്ഞാൽ, നമ്മളും അത് മോഷ്ടിച്ചതാണ് വെളിയിൽ കിടക്കുന്നത് കണ്ടപ്പോൾ. ഇതെന്തായാലും സീന് വണ്ടിയാണ് കേട്ടോ. ആ വണ്ടി നമ്മൾ ഉപേക്ഷിച്ചിട്ട് വേറെ വണ്ടി ഈ വണ്ടി എടുത്തു. ഈ വണ്ടിയാണ് നല്ല ബുള്ളറ്റ് പ്രൂഫ് ഇതാണ്. പക്ഷെ ഇത് ഓടിക്കാൻ ചെറിയ പാടുണ്ട്. പക്ഷെ ആര് വെടിവെച്ചാലും നമ്മൾക്കൊന്നും പറ്റില്ല. ഇത് നല്ല ബുള്ളറ്റ് പ്രൂഫാണ്.